സുകുമാരക്കുറുപ്പിനെ പറ്റി വീണ്ടും വലിയ വാർത്തകൾ. സുകുമാരക്കുറുപ്പ് അമരനാണ്, മരിച്ചിട്ടില്ല, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. മലയാളി ഉള്ളിടത്തോളം കാലം സുകുമാരക്കുറുപ്പ് ജീവിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. 100 വർഷം കഴിഞ്ഞാലും സുകുമാരക്കുറുപ്പിനെ പറ്റി മലയാളികൾ അന്വേഷിച്ച് നടക്കും, പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടക്കും. സുകുമാരക്കുറുപ്പിനെ കണ്ടെത്താനുള്ള ശ്രമം ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സുകുമാരക്കുറുപ്പ് ഔദ്യോഗികമായിട്ട് അല്ലെങ്കിലും അൺഒഫീഷ്യലായിട്ട് 1984 ജനുവരി 24 മരിച്ചതായിട്ടാണ് നമുക്ക് ചെങ്ങന്നൂർ DYSPയുടെ ഒരു FIRൻ്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കിയത്. അന്ന് ചെങ്ങന്നൂർ DYSP ആയ ഹരിദാസ് ആ കത്തുന്ന കാറിൻ്റെ അടുത്ത് രാവിലെ 5:30 ചെന്നു. സുകുമാരക്കുറുപ്പിൻ്റെ കഥകളെപ്പറ്റിയൊന്നും ഞാൻ അധികം പറയുന്നില്ല, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. എല്ലാ മലയാളിക്കും അറിയാം ആ ചരിത്രങ്ങൾ, അതിലോട്ട് കടക്കുന്നില്ല. പക്ഷേ 1984 ജനുവരി 24 രാത്രിയിൽ സുകുമാരക്കുറുപ്പ് മരിച്ചെന്നുള്ള റെക്കോർഡ് ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് സുകുമാരക്കുറുപ്പ്. അതിനുശേഷം അദ്ദേഹം അന്ന് രാത്രി തന്നെ ആ സംഭവത്തിന് ശേഷം പോലീസ് കൃത്യസ്ഥലത്ത് വന്ന് ഇത് സുകുമാരക്കുറുപ്പല്ല, മറ്റൊരാളാണ് കാറിനകത്ത് കത്തിക്കിടക്കുന്നത്, ആലപ്പുഴക്കാരനായ ചാക്കോ പിന്നീട് റെപ്രസെൻറ്റേറ്റീവാണ് എന്ന് തെളിയുകയും ചെയ്തു. സുകുമാരക്കുറുപ്പ് അന്ന് മുതൽ ഒളിവിലുമാണ്. സുകുമാരക്കുറുപ്പ് അവിടുന്ന് ഒളിവിൽ പോയത് നേരെ എറണാകുളത്ത് നിന്നും ചാക്കോയുടെ ഡ്രസ്സുകളൊക്കെ അവിടുത്തെ KSRTC ബസ് സ്റ്റാൻഡ് എടുത്ത് കാട്ടിൽ എറിഞ്ഞു കളഞ്ഞു. അതിനുശേഷം പൊന്നപ്പനുമായി എന്ന ഡ്രൈവറുമായി നേരെ മദ്രാസിൽ പോയി. അവിടെ ഒരു ലോഡ്ജിൽ പൊന്നപ്പനെ താമസിപ്പിച്ച ശേഷം സുകുമാരക്കുറുപ്പ് നേപ്പാളിൽ പോയി വീണ്ടും മടങ്ങി വന്നു. പൊന്നപ്പനെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ട് എങ്ങനെയെങ്കിലും നീ ചെന്ന് ഇത് ഒരു കേസ് ജാമ്യം എടുക്കാൻ കഴിയുമോ എന്ന് അന്വേഷിച്ചിട്ട് വിവരം അറിയിക്കണം എന്ന് പറഞ്ഞു. പൊന്നപ്പൻ നാട്ടിലേക്ക് വന്നു. ആലപ്പുഴയിൽ നിന്ന് അവിടുന്ന് ബോട്ട് കയറി വന്നിറങ്ങുന്ന ചങ്ങനാശ്ശേരിയുടെ അടുത്ത് വന്നിറങ്ങുന്ന സമയത്ത് നാട്ടുകാർ പൊന്നപ്പനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. അത് വലിയ വാർത്തയായി. വാർത്ത സുകുമാരക്കുറുപ്പ് എന്ന ഗോപാലകൃഷ്ണക്കുറുപ്പിന് മനസ്സിലായി, സംഗതി പാളി. അങ്ങനെ പിന്നീട് ആരും ഈ സുകുമാരക്കുറുപ്പിനെ കണ്ടിട്ടില്ല. പക്ഷേ ഈ കേസിൻ്റെ തുടക്കത്തിലെ അന്വേഷണത്തിൽ ചെങ്ങന്നൂർ DYSPയുടെ അന്വേഷണം തുടങ്ങിയപ്പം തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷനിലെ SP ആയിരുന്ന MB ബാലകൃഷ്ണനും അവിടുത്തെ ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടറായിരുന്ന ഞാനും ആ സ്പോട്ടിൽ പോയി. ആ അന്വേഷണം ക്രൈംബ്രാഞ്ച് പിന്നീട് ഏറ്റെടുക്കുകയും ആ അന്വേഷണം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ഞാൻ ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ കുറ്റച്ചാർജൊക്കെ തയ്യാറാക്കുന്നതിൽ ഞാനുമുണ്ട്. 1987 കുറ്റച്ചാർജ് കൊടുത്ത് അതിൻ്റെ മറ്റ് പ്രതികളെയൊക്കെ കിട്ടിയ പ്രതികളെയൊക്കെ ശിക്ഷിക്കുകയും ചെയ്തു. ഷാഹു എന്ന് പറഞ്ഞ സുകുമാരക്കുറുപ്പിൻ്റെ സുഹൃത്ത് ദുബായിലുണ്ടായിരുന്ന ആൾ മാപ്പുസാക്ഷിയായി. ഭാസ്കരക്കുറുപ്പ് അവരെ മറ്റുള്ളവരെയൊക്കെ ശിക്ഷിക്കുകയും ചെയ്തു. ഇതതിൻ്റെ ചരിത്രങ്ങളാണ്. പക്ഷേ സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടോ അതോ മരണപ്പെട്ടോ, യഥാർത്ഥത്തിലുള്ള സുകുമാരക്കുറുപ്പ് എവിടെയുണ്ട് എന്നുള്ള അന്വേഷണം അന്ന് പോലും നടക്കുകയാണ്. ഏതായാലും 87 ഈ സുകുമാരക്കുറുപ്പിൻ്റെ കൂടെ സഹകരിച്ചവരെല്ലാവരും കേസിൽ പ്രതിയാകും ശിക്ഷിക്കുകയൊക്കെ ചെയ്ത് അതങ്ങ് മാറി. പക്ഷേ സുകുമാരക്കുറുപ്പിനെ പറ്റി വീണ്ടും അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. ഞാൻ ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടറായ കാലഘട്ടത്തിലെ സ്പെഷ്യൽ സ്ക്വാഡിലെ കേസ് ഡയറിയെല്ലാം എഴുതിക്കൊണ്ടിരുന്ന ഞാനാണ്. അതിനുശേഷം ഞാൻ അവിടുന്ന് ലോക്കലിലേക്ക് പോയി. വീണ്ടും ഞാൻ DYSP ആയി കഴിഞ്ഞപ്പം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ DYSP ആയിട്ട് തന്നെ അവിടെ തന്നെ പോസ്റ്റ് ചെയ്തു. വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ ക്രൈംബ്രാഞ്ചിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷനും വന്നു. സുകുമാരക്കുറുപ്പിൻ്റെ കേസും അന്വേഷണം തുടങ്ങി. കാരണം സുകുമാരക്കുറുപ്പിനെ കണ്ടെത്തണമല്ലോ. അപ്പോൾ 1984 സുകുമാരക്കുറുപ്പ് അൺഒഫീഷ്യലായിട്ട് മരിച്ചതാണെങ്കിലും അയാളെ തപ്പി ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ഞാൻ തിരിച്ച് DYSP ആയിട്ട് അവിടെ വരുമ്പോൾ അവിടെ ഒരു മുറി നിറയെ സുകുമാരക്കുറുപ്പ് അവിടെയുണ്ട്, ഇവിടെയുണ്ട്, ലോകത്ത് ഇന്ന ഭാഗത്തുണ്ട്, മലയാളികളെല്ലാം തപ്പി നടക്കുകയാണ്. അവർക്ക് കിട്ടിയ ഓരോ ആൾക്കാർക്കും കിട്ടിയ വിവരം അന്ന് മൊബൈൽ ഫോണില്ല,
അന്ന് ഫോൺ തന്നെ ബുദ്ധിമുട്ടാണ്. STD മാത്രമേ നമുക്ക് വിളിക്കാനൊക്കെ ഉള്ളൂ. ടെലഗ്രാമുണ്ട്. അപ്പോൾ ആ സമയത്ത് കുറേ വർഷങ്ങൾ 3-4-5 വർഷം അവിടെ നിരന്തരം കുറിപ്പ് ഇവിടെയുണ്ട്, ഒറീസയിലുണ്ട്, ബീഹാറിലുണ്ട്, ഡൽഹിയിലുണ്ട്, ബോംബെയിലുണ്ടെന്നൊക്കെ, പിന്നെ വിദേശത്തുണ്ട്. ഇങ്ങനത്തെ വാർത്തകളും ലെറ്ററുകളും കുമിഞ്ഞു കൂടി കിടക്കുകയാണ്. ഇതൊന്നും ആരും കുറേയൊക്കെ നോക്കിയിട്ടുണ്ടാവും. അതിലൊന്നും ഇതൊക്കെ തട്ടിപ്പാണെന്ന് മനസ്സിലായി. എങ്കിലും അവിടെ കുന്നുകൂടി കിടക്കുന്ന ഞാൻ ഡിവൈഎസ്പിയോട് ചെന്ന് കഴിഞ്ഞാൽ അത് ഓരോന്ന് സോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം 84-ലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 1988 ഒരു ലെറ്റർ കണ്ടെത്തി. രത്നമ്മ എന്ന ഒരു നേഴ്സിൻ്റെ ബൊക്കാറയിലെ സുകുമാരക്കുറുപ്പിനെ കണ്ടെത്തി എന്നാണ്. അവരന്ന് 88 ഒരു ലെറ്റർ അയച്ചു പോലീസിൽ. ആ ലെറ്റർ അവിടെ കിടന്നു അൺഅറ്റൻഡ്. ഇതുപോലെ ധാരാളം വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതന്വേഷിക്കാൻ പറ്റും? കുറേയൊക്കെ അന്വേഷിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ട്. ആളെ ഐഡൻറ്റിഫൈ ചെയ്തു. രത്നമ്മ സുകുമാരക്കുറുപ്പിൻ്റെ വീടിനടുത്ത് താമസിക്കുന്ന പെൺകുട്ടിയാണ്. ബൊക്കാറയിലെ ഹോസ്പിറ്റലിൽ അവർ 10-18 വയസ്സുള്ളപ്പം അവിടെ നഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടി. അങ്ങനെ ചെന്നതാണ്. അവിടുത്തെ ഹോസ്പിറ്റലിലെ ICUയിൽ അന്ന് ജോഷി എന്നു പേരുള്ള ഒരാൾ, മലയാളിയാണ്. ഇവരുടെ കൂട്ടുകാരികളെല്ലാം പറഞ്ഞു ഒരു മലയാളി ICU കിടപ്പുണ്ട്, ഹാർട്ട് അറ്റാക്കാണ്, സാമിയാണ്, കാരണം കാഷായ വസ്ത്രമാണ്, താടിയും മുടിയൊക്കെ നീട്ടിയിട്ടുണ്ട്. രത്നമ്മ ICU പോയി ഇയാളെ കണ്ടു. മറ്റു പെൺകുട്ടികൾ പറഞ്ഞനുസരിച്ച് മലയാളി ആണോ ഇല്ലെന്ന് അറിയില്ല. പക്ഷേ മലയാളം അത്യാവശ്യമൊക്കെ രത്നമ്മയുടെ അടുത്ത് സംസാരിച്ചു. അയാൾക്കൊരു ഭയം തോന്നി. തൻ്റെ നാട്ടുകാരിയാണ് രത്നമ്മ, തന്നെ തിരിച്ചറിയുമോ? ആ കുറുപ്പിൻ്റെ കഴുത്തിൻ്റെ പിന്നിലുള്ള വലിയ മറുക് രത്നമ്മ കണ്ടു. അത് അവർക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് രത്നമ്മ അന്ന് ഫോൺ സംവിധാനമൊന്നുമില്ല, 10-18 വയസ്സുള്ള കുട്ടിയല്ലേ. അതുകൊണ്ട് ലെറ്റർ എഴുതി പോലീസിൽ അറിയിച്ചു. ആ ലെറ്റർ 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ DYSP ആയിട്ട് ചെല്ലുമ്പോൾ ഇത് കാണുന്നത്. ഏതായാലും അതൊന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു. ആ വിവരങ്ങൾ അന്വേഷിച്ചു. അപ്പം ജോഷി എന്ന പേരിലാണ് ബൊക്കാറയിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്നത്. ICUവിലാണ്. സിവിയർ അറ്റാക്കാണ്. അധികം നാൾ സർവൈവ് ചെയ്യില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഏതായാലും രത്നമ്മയെ കണ്ട് സംസാരിച്ച ശേഷം ICUവിൽ നിന്ന് മെഡിക്കൽ ഹിസ്റ്ററി ഷീറ്റ് എടുത്ത് അയാൾ മുങ്ങി. പക്ഷേ അത് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് അത് മനസ്സിലാകുന്നത്. ഏതായാലും ഇവിടുന്ന് അന്വേഷണ ടീം അവിടെ പോയി, ബൊക്കാറയിൽ പോയി. അവിടുത്തെ മെഡിക്കൽ ഹിസ്റ്ററി ഷീറ്റുകളും അവിടെയുള്ള റെക്കോർഡൊക്കെ എടുത്തു. ജോഷി എന്ന പേരാണ്. ജോഷി പൂന എന്നാണ് വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗോപാലകൃഷ്ണക്കുറുപ്പ് എന്ന ആൾ പട്ടാളത്തിലായിരുന്നു. പട്ടാളത്തിൽ നിന്ന് വോളണ്ടറി എടുത്ത് മടങ്ങി ബോംബെ വന്നു. വലിയ കുടുംബക്കാരാണ് അവർ. അപ്പോൾ ഗോപാലകൃഷ്ണക്കുറുപ്പ് ബോംബെയിൽ വന്നപ്പം അവരുടെ ഒരു ആൻറ്റി ബോംബെയിലൊരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ആൻറ്റിയെ കാണാൻ പോയി. അപ്പോൾ ആൻറ്റിയെ സംരക്ഷിക്കാൻ വന്ന ആ ലേഡി, ആ സ്ത്രീയെ വിദേശത്തേക്ക് പോകുകയാണ്. ഇയാൾക്ക് വലിയ കൗതുകം തോന്നി. അവരുമായിട്ട് സ്നേഹമായി. അവരെ കല്യാണം കഴിച്ചാൽ അവരുടെ കൂടെ വിദേശത്ത് പോകാം, ജോലി സമ്പാദിക്കാം. അതുകൊണ്ട് അവരുമായിട്ട് ഇഷ്ടത്തിലായി. ആ സമയത്ത് 1946 ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് ഒരു പാസ്പോർട്ട്, അതിനകത്താണ് യഥാർത്ഥത്തിൽ സുകുമാരക്കുറുപ്പ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇയാൾ യഥാർത്ഥത്തിൽ ഗോപാലകൃഷ്ണക്കുറുപ്പാണ്. പക്ഷേ പാസ്പോർട്ട് എടുത്തിരിക്കുന്ന ബോംബെയിൽ നിന്ന് സുകുമാരക്കുറുപ്പ് 1946 ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 80 വയസ്സ് വരും ആ കണക്കാക്കി. പക്ഷേ പാസ്പോർട്ട് എടുത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഞങ്ങൾ ചോദിച്ച സമയത്ത് ആ വയസ്സ് കുറച്ചാണ് വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പം 1942 ഒരു 3-4 വയസ്സ് കുറച്ച് വെച്ചിട്ടുണ്ട്. 42 ഡേറ്റ് ഓഫ് ബർത്ത് യഥാർത്ഥത്തിൽ. അപ്പോൾ 84 വയസ്സ് വരും ഇപ്പം ജീവിച്ചിരിക്കുന്നു എന്ന് ആൾക്കാർ പറയുമ്പം സുകുമാരക്കുറുപ്പിന് 84 വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സുകുമാരക്കുറുപ്പിന് ഒരു 10, 150, 200 വയസ്സ് വരെ ചെന്നാലും ആൾക്കാർ സുകുമാരക്കുറുപ്പിനെ അന്വേഷിച്ച് നടക്കും. അതൊരു പ്രഹേളികയാണ്. സുകുമാരക്കുറുപ്പ് മരിച്ചു എന്ന് ആരും അംഗീകരിക്കത്തില്ല. അത് ബോംബെയിൽ നിന്ന്
അയാൾ ഇവരൊപ്പം വിദേശത്ത് പോയി. അതിനുശേഷമാണ് വിദേശത്ത് വെച്ച് അവിടെ ദുബായിലെ ഒരു സംഭവം ഇയാളെ മനസ്സിനെ സ്വാധീനിച്ചു. സ്കൂബ ഡൈവിങ് നടത്തിയ ഒരു മലയാളി ഭാര്യയും ഒരു കൊച്ചുമായിട്ട് കടൽ തീരത്ത് വന്നിരുന്ന് സ്കൂബ ഡൈവിങ് നടത്തി. പല പ്രാവശ്യം സ്കൂബ ഡൈവിങ് നടത്തി. ഒരു ദിവസം നടത്തി കഴിഞ്ഞ് ഇയാൾ വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറിയില്ല, വന്നില്ല, മിസ്സിങ് ആയി. അയാൾ വലിയ ഇൻഷുറൻസ് തുകയ്ക്കാണ് ബുക്ക് ചെയ്തിരുന്നു. ആൾ മരിച്ചു, സ്കൂബ ഡൈവിങ് മരിച്ചു കഴിഞ്ഞപ്പം ആ തുക അവർക്ക് കിട്ടി. പക്ഷേ അത്രയും വലിയൊരു തുകയും കമ്പനിക്ക്, ഇൻഷുറൻസ് കമ്പനിക്ക് നഷ്ടമായി. രണ്ടാമത് ഇയാളുടെ ബോഡി കിട്ടിയിട്ടില്ല, മറ്റേ ഇയാളെ സ്കൂബ ഡൈവിങ് ഉപയോഗിച്ച ഇൻസ്ട്രുമെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അതെല്ലാം ഇപ്പം അവർ അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നു. അവസാനം ഇയാളെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ മലയാളിയെ സിംഗപ്പൂരിൽ ലൊക്കേറ്റ് ചെയ്തു. അങ്ങനെ ഒരു കേസുണ്ടായി. ഇതൊക്കെ അവിടുത്തെ വലിയ വാർത്തയായ. ഇതൊക്കെയാണ് ഇയാളുടെ മനസ്സിലേക്ക് കയറിയത്. അങ്ങനെയാണ് ഈ കേസിൻ്റെ സ്വഭാവം ഈ രീതിയിൽ. അയാളെ പോലെ തന്നെ ഉള്ള ഒരാളെ, അല്ലെങ്കിൽ അതുപോലെ വലിപ്പവും നീളവും ഒക്കെയുള്ള ഒരു ബോഡി കണ്ടെത്താനായിട്ട് പല ശ്രമങ്ങളും നടത്തി, ഫെയിലിയറായി. അങ്ങനെയാണ് ചാക്കോയെ ബലമായിട്ട് ഉദ്ദേശം ഇയാളുടെ അത്രയും പൊക്കമൊക്കെ ഉള്ള ആലപ്പുഴക്കാരൻ ഫിലിം റെപ്രസെൻറ്റേറ്റീവ് ചാക്കോയെ അവർ വഴിക്കുന്ന, അതൊക്കെ എല്ലാവർക്കും അറിയാം. അയാളെ കാറിൽ കയറ്റി കൊന്നു, അയാളെ കാറിനകത്തിട്ട് കത്തിച്ചു, എന്നിട്ട് അത് കുറുപ്പാണ് എന്ന് പറഞ്ഞുള്ള കഥകളൊക്കെ നമുക്കറിയാം. എന്തായാലും അതൊക്കെ അന്വേഷണത്തിൽ അതെല്ലാം കണ്ടെത്തിയ ഫാക്റ്റുകളാണ്. പക്ഷേ ഇവിടെ ഇപ്പം 88 ബൊക്കാറോയിൽ കുറുപ്പിനെ കണ്ടിരിക്കുന്നു. അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, ജോഷി എന്നുള്ള പേര്. ഇയാൾ ജോഷി പൂനെയിലെ പട്ടാളത്തിൽ നിന്ന് വന്ന ശേഷം പൂനെയിലെ ഒരു ഡോക്ടർ ജോഷി, മല്ലിക ജോഷി, സർള ജോഷി എന്ന ഒരു ഡോക്ടറെ അസിസ്റ്റൻ്റായിട്ട് നിന്നു. അവരുടെ ഹോസ്പിറ്റലിൽ അവർ ചെറിയൊരു ക്ലിനിക്ക് നടത്തുന്നുണ്ട്. അവിടെ അസിസ്റ്റൻ്റായിട്ട് നിന്നു. മരുന്നിനെ പറ്റിയും വിവരങ്ങളെ പറ്റിയൊക്കെ ഒരുവിധ ജ്ഞാനം ഇയാൾക്കുള്ളതുകൊണ്ട് അവരുടെ കൂടെ നിന്നു. പക്ഷേ അവർ പിന്നീട് മരണപ്പെട്ടു പോയി. ഇയാൾ ഗൾഫിൽ വെച്ച് വന്നു കഴിഞ്ഞപ്പം ഇവിടെ നിന്ന് ഒളിവിപ്പോയ, നേപ്പാളിൽ പോയ ശേഷം ഇയാളെ കണ്ടിട്ടില്ല. പിന്നെ കാണുന്നത് 88 ബൊക്കാറോയിലെ ഹോസ്പിറ്റലിൽ വെച്ച് രക്തമ്മ എന്ന ആ നഴ്സിംഗ് വിദ്യാർത്ഥി ഇയാളെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അവിടെ 2 വർഷം കഴിഞ്ഞപ്പോഴാണ് പോലീസിൽ, ഞാൻ ഡിവൈസ് വരുന്ന സമയത്ത് ഇവിടെ പല സ്ഥലങ്ങളിൽ പോയ കൂട്ടത്തിൽ അത് വെരിഫൈ ചെയ്തിട്ടുണ്ട്. അത് അന്ന് ഗോവിന്ദൻകുട്ടി എന്ന് പറഞ്ഞ ഒരു DYSP എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അയാൾ എൻ്റെ ബാച്ച്മേറ്റാണ്. അയാളും ബാലഗോപാൽ എന്ന് പറഞ്ഞ ഒരു SIയും മറ്റൊരു കോൺസ്റ്റബിളുമായിട്ട് ആ സ്പോട്ടിൽ പോയി. ആ ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തു. സുകുമാരക്കുറുപ്പ് ആണ്. ഫോട്ടോ കാണിച്ചു, കുറിപ്പിൻ്റെ വിവിധ തരത്തിലുള്ള ഫോട്ടോ ആ ഡോക്ടറെ കാണിച്ച് ഇയാൾ തന്നെയാണ് ഇവിടെ കിടന്നത്. അയാൾ അധികം നാളൊന്നും ജീവിക്കാൻ സാധ്യതയില്ല, അക്യൂട്ടായിട്ടുള്ള ഹാർട്ട് പേഷ്യൻ്റാണ്. അവിടെ ഹോസ്പിറ്റലിൽ അവിടെ സർജറി നടത്താം, പക്ഷേ അയാൾ അത് സമ്മതിച്ചില്ല. കാരണം അവിടുന്ന് അയാൾ മുങ്ങുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അതിനുശേഷം ജോഷിയെപ്പറ്റി നമ്മൾ അന്വേഷിച്ചു. അത് പൂനെയിലെ ഇയാൾ നേരത്തെ വർക്ക് ചെയ്ത അവിടുത്തെ ഒരു ലേഡി ഡോക്ടറുടെ പേരാണ് ജോഷി. സർള ജോഷിയുടെ കൂടെയാണ് ഇവർ വർക്ക് ചെയ്ത്. ആ ജോഷി എന്നുള്ള പേര് ഇയാൾ സ്വീകരിച്ച് ഒളിവിൽ നടക്കുകയായിരുന്നു. ഇയാളെ സംബന്ധിച്ചിടത്തോളം സിവിയർ അറ്റാക്ക് ഈ സംഭവത്തിന് ശേഷം 1.5 പ്രഷർ, അദ്ദേഹത്തിൻ്റെ മാനസികമായ സമ്മർദ്ദം കൊണ്ടായിരിക്കാം 1.5 വർഷം കഴിഞ്ഞപ്പം അദ്ദേഹം ഒളിവിൽ നിന്ന്, അത് ട്രെയിനിൽ മാത്രമായിരുന്നു യാത്ര, സന്യാസിയായിട്ട് താടി മുടി നീട്ടി കാവ്യ വസ്ത്രം ധരിച്ച് 5 പൈസ കയ്യിലില്ല. അതുകൊണ്ട് ട്രെയിനിൽ എല്ലാം സഞ്ചരിക്കുമ്പം ഓരോ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഹോസ്പിറ്റലുള്ളിടത്ത് അയാൾ ഇറങ്ങും, ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് വഴി കിടക്കും. മലയാളി ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ, നേഴ്സുമാർ മലയാളികൾ ആരെങ്കിലും ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടുന്ന് ആ മെഡിക്കൽ ഹിസ്റ്ററി ഷീറ്റ് എടുത്തുകൊണ്ട് അയാൾ അവിടുന്ന് മുങ്ങും. 12 ഹോസ്പിറ്റലിൽ ഇയാൾ ഇതുപോലെ ജോഷി എന്ന പേരിൽ ഹാർട്ട് പേഷ്യൻ്റായിട്ട് അഡ്മിറ്റായി അവിടുന്ന് ചാടിപ്പോകുന്നതാണ് ഞങ്ങൾ കണ്ടെത്തിയത്. ഏറ്റവും അവസാനം 88 ശേഷം ഇയാളെ ലൂക്ക് നാരായൺപൂർ എന്ന ബീഹാറിനും ബംഗാളിനും ഇടയ്ക്കുള്ള ഒരു ബോർഡറിലുള്ള ജില്ലയിൽ ആണ് അവസാനമായിട്ട് ഇയാളെ കാണുന്നത്. അവിടെ ഇയാൾ ജനുവരി 14, 1990 കണ്ടു. ആ ഡോക്ടറെ കണ്ടു. ആ ഡോക്ടർ പറഞ്ഞ ഒരു 24 മണിക്കൂർ കൂടുതൽ ജീവിച്ചിരിക്കില്ല, അത്ര മോശം കണ്ടീഷനാണ്. പക്ഷേ അവിടെ വെച്ച് ക്രൈംബ്രാഞ്ചിലുള്ള നമ്മുടെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അവർ ഇയാളെ കണ്ടു എന്നുള്ള വാർത്തകൾ അന്നുണ്ടായിരുന്നു.
പക്ഷേ ICU ചാടിപ്പോയി, പിന്നെ ഇയാളെ കണ്ടിട്ടില്ല. ആ ഡോക്ടർ പറഞ്ഞു ഒരു 24 മണിക്കൂർ കൂടി സർവൈവ് ചെയ്യാൻ സാധ്യതയില്ല, എവിടെയെങ്കിലും വീണ്ടും മരിക്കും. 1990 കാലഘട്ടമാണ്, 84 മുതൽ 90 കാലഘട്ടം, 6 വർഷം. ഈ സംഭവത്തിന് ശേഷം 6 വർഷത്തിന് ശേഷമാണ് ഇത് നമ്മൾ കാണുന്നത്. ഇയാൾ മരണപ്പെട്ടു. കാരണം അവിടങ്ങളിലൊക്കെ ഇന്നും അങ്ങനെയാണ്. പല ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള വില്ലേജുകളിൽ അവിടെ ചെറിയ ടൗൺഷിപ്പ് ഉള്ളിടത്തൊക്കെ റോഡ് കടകളുടെ വരാന്തിലൊക്കെ ധാരാളം പേര് അന്തി ഉറങ്ങുന്നത് കാണും. വളരെ പ്രായമുള്ള ഏജിൽ അബാൻഡൻ്റ് ആൾക്കാർ, അവരെയൊക്കെ 5, 8, 10 പേര് ചില സന്ദർഭത്തിൽ കടവരാന്തിലൊക്കെ മരിച്ചു കിടക്കുന്നവരെ ഒന്നിച്ച് അവരെ ഈ കാളവണ്ടിയിലോ അല്ലെങ്കിൽ കുതിരവണ്ടിയിലോ കയറ്റിക്കൊണ്ടുപോയി ദഹിപ്പിക്കുകയോ അല്ലെങ്കിൽ കുഴിച്ചു മൂടുകയോ ചെയ്യുന്ന അന്ന് കാലത്ത് ഇന്നും അങ്ങനെ പല ജില്ലകളിലും നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അത് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അന്നത്തെ കാലത്ത് ഒരു 1000, 1600 രൂപ കൂടുതലൊന്നും ഞങ്ങൾക്കാർക്കും ശമ്പളമില്ല. ഒരു ടൂർ പോകുന്നതിന് ഒരു ട്രെയിൻ ബുക്ക് ചെയ്യണമെങ്കിൽ സർക്കാരിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ചേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ആ കാലഘട്ടം. ഇന്നത്തെ പോലെ ഒരു സംവിധാനവും ഇല്ല. ഒരു ബോഡി കണ്ടെന്ന് അന്ന് DNA പോലും അന്ന് ആ ടെക്നോളജി ഒന്നും അന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അന്നത്തെ കാലത്തിനെപ്പറ്റി ആ കാലഘട്ടം ഇന്നത്തെ കാലമായിട്ട് അന്നത്തെ കാലത്തെ കമ്പയർ ചെയ്യുന്നവർ പലരും വളരെ ഈസി ആയിട്ട് ഈ ബോഡി കണ്ട അത് എടുത്തുകൂടെ. അതിനൊന്നുമുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സർക്കാരിനൊന്നുമില്ല, നടക്കില്ല. അവിടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും കുഴിച്ചിടും. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റുമെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യും. അതൊക്കെ ആ ഒരു കാലഘട്ടം അങ്ങനെയാണ്. പക്ഷേ കേരള പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ടാലൻസ് നമ്മൾ വളരെ അഡ്വാൻസ്ഡാണ്. മറ്റുള്ള സ്റ്റേറ്റിനെക്കാട്ടിലൊക്കെ വളരെ അഡ്വാൻസ്ഡാണ്. അത് നമ്മുടെ സ്റ്റേജിലൊന്നും അവരൊന്നും അടുത്ത കാലത്തൊന്നും എത്തൂല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അവിടെയൊക്കെ ഒരു ആൾക്കാർ ആത്മഹത്യ ചെയ്യുകയോ തൂങ്ങി മരിക്കുകയോ ഒക്കെ ചെയ്താൽ അതൊക്കെ അന്നേരം തന്നെ അഴിച്ച് അവിടെ തന്നെ മറവ് ചെയ്യുകയാണ് പറ്റുക. ഒരു പോസ്റ്റ്മോർട്ടം ഒന്നുമില്ല. കാരണം ഒരു മലയുടെ മുകളിലൊക്കെ തൂങ്ങി അവിടെ നിന്ന് ഒരാൾ ചെന്ന് ചേരാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അത് ഞാൻ അന്വേഷണ സമയത്ത് മനസ്സിലാക്കിയിട്ട് അവിടെ പോയി അവരൊക്കെ അവിടുത്തെ പോലീസ് ഓഫീസർമാർ ചിരിക്കും. ആത്മഹത്യ ചെയ്തതിന് അവർ ചെയ്യുന്നത് കുഴിച്ചിട്ടാൽ പോരെ, അതിനകത്തൊരു കേസ് പോലും എടുക്കില്ല. ഇവിടെ അങ്ങനെയല്ല കേരളത്തിലെ സിസ്റ്റം. നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആണെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഏതായാലും ജനുവരി 14, 1990 ഇയാൾ മരിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇപ്പോൾ അയാൾ ജീവിച്ചിരിക്കുന്നുണ്ട്. 84 വയസ്സുണ്ടാകണം. പക്ഷേ സിവിയർ അറ്റാക്കുള്ള അയാൾ അധികം നാൾ ഈ അടുത്ത കാലത്ത് വരെ ജീവിച്ചിരിക്കുകയില്ല. കാരണം 2017 ഏതോ ഒരു SP ഇതേപ്പറ്റി അന്വേഷിച്ചിട്ട് അയാൾ ജീവിച്ചിരിക്കുന്നു എന്ന് ഉള്ള രീതിയിലുള്ള റിപ്പോർട്ടൊക്കെ ഗവൺമെൻറ് കൊടുത്തു എന്ന് മനസ്സിലാകുന്നത്. എനിക്കറിയില്ല അത് എങ്ങനെയാണ് ആ രീതിയിലുള്ള റിപ്പോർട്ട് കൊടുക്കുക. കേസ് ഡയറി പരിശോധിച്ചിട്ടുള്ളവർക്ക് അതിനകത്ത് വസ്തുതകൾ എഴുതി ചേർത്ത് വെച്ചിട്ടുണ്ട്. അത് 1990 ശേഷം സുകുമാരക്കുറുപ്പ് ഭൂമിയിലില്ല. പക്ഷേ ഉണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും പലരും അന്വേഷിക്കുന്നത്. കാരണം അന്നത്തെ കാലഘട്ടത്തിലൊക്കെ സുകുമാരക്കുറുപ്പിനെ പറ്റി ദുബായിലുണ്ട്, അവിടെയുണ്ട്, ഇവിടെയുണ്ടെന്ന് പറഞ്ഞ് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അന്ന് സർക്കാർ ചില വിദേശത്ത് പോകാൻ പറ്റും. IPS ഓഫീസർ മാത്രമാണ് അന്ന് പൊയ്ക്കൊണ്ടിരുന്നത്. മറ്റുള്ള ഓഫീസേഴ്സിനൊന്നും അയക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് കുറുപ്പിന് മരണമില്ല, അമരനാണ്. മലയാളി ഉള്ളിടത്തോളം കാലം കുറുപ്പ് ജീവിച്ചിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.